ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ജുബൈൽ മാംഗ്രൂവ് പാർക്ക് അബുദാബിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോ. 1-2 മാസങ്ങൾക്ക് മുന്നുള്ളതാണ്. അതായത് ചൂടൊക്കെ തുടങ്ങുന്നതിനേക്കാളും മുന്നാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും വിന്റർ ടൈം ഇനി ആയിരിക്കും കേട്ടോ. വിന്ററിലായിരിക്കും അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പറ്റിയ സമയം. ഇപ്പോഴാണെങ്കിലും പോണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടെന്ന് പറയുമ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ട് ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ പോകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. ചൂടൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സമയമാകുമ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയ ഒരു സമയത്താണ് ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ രണ്ടാളും ഉറക്കമായി. TV ഒക്കെ കണ്ടിട്ട് അവർ ക്ഷീണിച്ചിട്ട് അവരുടെ ഉറക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഉറങ്ങുന്നതിൻ്റെ ഇടയിലാണ് അവർക്ക് ഷൂവും സോക്സും ഒക്കെ ഇട്ടിട്ട് അവർ റെഡിയാക്കണുണ്ടായിരുന്നത്. പാവം, ഒരാൾ ഇരുന്നിട്ടും ഒരാൾ കിടന്നിട്ടൊക്കെ ഉറക്കമാണ്. എന്നാലും പിന്നെ അവരെയൊക്കെ റെഡി ആക്കിയിട്ട് പിന്നെ നമ്മൾ അവരെ ഉറക്കത്തിൽ നിന്ന് എണിപ്പിച്ചില്ല. അങ്ങനെ തന്നെ എടുത്ത് കാറിൽ കയറ്റി നമ്മൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിട്ടോ. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ സ്കൈ കാണാനായിട്ട്. നല്ല എന്താ പറയുക, നല്ല വെളിച്ചമൊക്കെയുള്ള ആ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് ഇങ്ങനെ മേഘങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ പോയതും ഒരു സൺഡേ ആയിരുന്നതുകൊണ്ട് റോഡായാലും അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പോയ ദിവസം. പക്ഷെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വെളിച്ചമൊക്കെ മങ്ങി ആകെ ഒരു മൂടിക്കെട്ട് പോലെ ഒരു ഇരുട്ട് വന്നിങ്ങനെ മഴ പെയ്യുന്ന ആ ഒരു ഇതിലേക്കായിട്ടോ. നമ്മൾ പോയത് 2 മാസം മുന്നാണ്. അതുകൊണ്ടാണ് മഴയുടെയൊക്കെ ഒരു ഇത് കാണുമ്പോൾ. ഒരു നല്ല കിളികളുടെ ഒക്കെ ഒരു ശബ്ദം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മുടെ നാട്ടിലൊക്കെ എത്തിയിട്ടുള്ള പോലെ നമ്മൾ ഏതെങ്കിലും ഇങ്ങനത്തെ ഒരു സ്റ്റേക്കേഷനൊക്കെ വല്ല കാട്ടിലോ അല്ലെങ്കിൽ മൂന്നാറൊക്കെ പോകുന്ന ഒരു ഫീലാണ് തോന്നിയത്. എന്നാൽ നമ്മളവിടെ മാംഗ്രൂവ് പാർക്ക് പോകുമ്പോൾ ഏറ്റവും രസം അവിടെ കാണാനായിട്ട് ഹൈ ടൈഡ് ഉള്ള സമയത്തായിരിക്കും അവിടെ കാണാനായിട്ട് ഭംഗി. ഭാഗ്യത്തിന് നമ്മൾ പോയ ഒരു ദിവസം, നമ്മൾ പോയ ഒരു ടൈം എന്ന് പറയുന്നതും ഹൈ ടൈഡ് ഉള്ള ഒരു സമയമായതുകൊണ്ട് തന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഹൈ ടൈഡ് എന്നാണ്, എപ്പോഴാണ് അതിൻ്റെ ടൈം എന്നൊക്കെ അറിയാനായിട്ട് ഇപ്പോൾ നമുക്ക് ഈ നെറ്റും ഗൂഗിളൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതാണ് ടൈം, എപ്പോഴാണ് ഹൈ ടൈഡ് ലോ ടൈഡ് എന്നുള്ളതൊക്കെ. നമ്മൾ ഇതിന് മുന്നേ ഇവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നാണെങ്കിൽ ലോ ടൈഡ് ഒരു ദിവസമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇത്രയ്ക്കൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ വേറൊരു ദിവസം പോയപ്പോഴും അങ്ങനെ വെള്ളമൊന്നും ഇല്ലാത്തൊരു ടൈമായിരുന്നു. ഏറ്റവും ഇതിൻ്റെ ഒരു ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞിട്ട് ഒരു 1 മണി തൊട്ട് 3 മണി വരെയുള്ള ടൈമിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്നാണ് ഇതിൽ നമ്മൾ ഗൂഗിളൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. ആ ഒരു ടൈം ആയിരുന്നതുകൊണ്ടായിരിക്കണം അവിടെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ സൈഡിൽ തന്നെ ഇതുപോലെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വൈബ് വേറെ തന്നെയാണ്. കാരണം അപ്പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല വെള്ളവും ഇതുപോലെ നിറച്ച് മരങ്ങളും ആ ഒരു ചെടികളൊക്കെ ആയിട്ട് ആ ഒരു എന്താ പറയുക, പ്രകൃതിയോട് ഇണങ്ങിയിരിക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഈ നാട്ടിൽ നമുക്ക് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ അധികം കാണാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വേറെ രസമാണ്. ഇങ്ങോട്ടുള്ള ഒരു എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് അഡൽസിനാണെങ്കിൽ 15 ദിറം, കുട്ടികൾക്കാണെങ്കിൽ ഒരു 2 to 7 ഇയേഴ്സ് ഏജ് കുട്ടികൾക്ക് 5 ദിറം ആണ് കേട്ടോ ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത്. ഈ ടൈമിംഗ് ആണെങ്കിൽ രാവിലെ 7 തൊട്ട് രാത്രി 9 മണി വരെയും ഓപ്പണിംഗ് ആണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഏരിയ ഇതിങ്ങനെ നടക്കാനായിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഫുള്ള് നടക്കണമെന്നില്ല. വേറെ സൈഡിൽ കൂടെ വേണമെങ്കിൽ അത് ഫുള്ള് നടക്കാതെ നമുക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് നമ്മളവിടെ നടക്കുമ്പോൾ അവരുടെ കൂടെ തന്നെ ആരെങ്കിലും കൂടെ അവരുടെ പാരൻസ് എന്നല്ല, അവരെ നോക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവണമെന്നൊക്കെ അവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇതുപോലെ നല്ല വെള്ളമുള്ള ടൈമാന്നൊക്കെ പറയുമ്പോൾ പിന്നെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ കൂടെ വേണമെന്ന് വെച്ച് ഇറങ്ങാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും അവരുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളതും അവിടെ അവർ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആ വെള്ളത്തിൽ നമുക്ക് മീനിനെയൊക്കെ കാണാം കേട്ടോ. ഞങ്ങളവിടെ വന്നിട്ട് കുറച്ച് നേരം ആ വെള്ളത്തിൽ കുറേ മീനിനെയൊക്കെ കണ്ടു. കാരണം നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മീനും അങ്ങനെ നല്ലോണം നമുക്ക് തെളിഞ്ഞ് കാണാൻ പറ്റും. പിന്നെ അധികം അങ്ങനെ ഡീപ്പൊന്നും അല്ല. പക്ഷെ എന്നാലും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ, ചെറിയ കുട്ടികളാകുമ്പോൾ അതിനുള്ളിലേക്ക് വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മളെപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നത്. കുറച്ച് മഴക്കാറൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഭംഗി ശരിക്കും അങ്ങനെ ഇല്ല കേട്ടോ. നല്ല തെളിഞ്ഞ ഒരു വെളിച്ചമുള്ള വെയിലുള്ള ദിവസമാണെങ്കിൽ ഇത് കാണാനായിട്ട് ഇതിനേക്കാളും ഭംഗി ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. നല്ല വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം ഇതിന് മുന്നേ പോയപ്പോൾ പറഞ്ഞല്ലോ, നേരത്തെ വേറൊരു ദിവസം പോയി അന്ന്
നമുക്കതിൽ വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ കണ്ട കുഞ്ഞു കുഞ്ഞു മീനിനെയൊക്കെ കാണുന്നത് ഞങ്ങളിങ്ങനെ നോക്കുന്നതായിരുന്നു. അത് എന്തുട്ടാ വേറെ കളറാ? സെയിം കളർ തന്നെയാണോ? കളർ സെയിം തന്നെയാണോന്ന്? നമ്മളങ്ങനെ കുറച്ച് നടന്ന് നമ്മൾ ക്ഷീണിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചങ്ങനെ നടന്നെത്തുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനായിട്ടുള്ള കുറേ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള കുറേ ചെയർ പോലെ ബെഞ്ച് പോലെയൊക്കെ അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നടന്ന് തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടെ ഇരിക്കാം. അങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് അങ്ങനെ പതുക്കെ നടന്ന് കണ്ടാൽ മതി. പക്ഷെ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ഇത് മുഴുവൻ ഇങ്ങനെ നടന്ന് കാണാനായിട്ട്. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഓരോ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അത് എന്തൊക്കെയാണ് അതിൻ്റെ അവിടുത്തെ ആ മാംഗ്രൂവിൻ്റെ പ്രത്യേകത എന്താണെന്നും അങ്ങനെയൊക്കെ. ഈ ഒരു മാംഗ്രൂവ് പാർക്കിൻ്റെ മാപ്പും അവരവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ നടക്കുമ്പോൾ അറിയാൻ പറ്റും നമ്മൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നതെന്നുള്ള ലൊക്കേഷനും ഇനി എങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടതെന്നുള്ളതും അതെന്തൊക്കെയാണെന്നുള്ളതിൻ്റെ മാപ്പും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങനെ വഴി തെറ്റിയൊന്നും അവിടെ പോവില്ല. എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ നല്ല വെള്ളമൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു ഇതിൽ കൂടെ നടക്കുമ്പോൾ തോന്നിയത് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ മാൽദീവ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ അല്ലെങ്കിൽ ഫോട്ടോസിലായാലും വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, മാൽദീവ്സിൽ ഇങ്ങനെ വാട്ടർ വില്ലാസിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് ഇതുപോലെ തന്നെയായിരിക്കും അവർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ആ ഒരു വെള്ളത്തിന് മേലെയുള്ള വീടുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ആ ഒരു ഭാഗമൊക്കെ പോലെയാണ് ശരിക്കും ഇവിടെ തോന്നുക. പിന്നെ വെള്ളത്തിൻ്റെ കളറാണെങ്കിലും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ബ്ലൂ ടർക്കോയ്സ് കളർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കളറും കൂടിയാണ്. ചെറിയ കാക്കകളുടെ സൗണ്ടൊക്കെ അവിടെ കേൾക്കണുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ വന്നിട്ട് ഞാൻ ഇതുവരെ കാക്കേനെ നേരിൽ കണ്ടിട്ട് പോലും ഇല്ല. പക്ഷെ അവിടെ പോയപ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ അതേ ഒരു ഫീലാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്ക് അതിൽ കുറേ ബേർഡ്സിനെ നമുക്ക് കാണാൻ പറ്റും. അതിലിഷ്ടം പോലെ ബേർഡ്സ് ചെറിയ കൂടുകളൊക്കെ ആക്കിയിട്ടും കൂട് കെട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബേർഡ്സിനെ നമുക്ക് ഈ കണ്ടൽക്കാടല്ലേ, അപ്പോൾ അതിൽ ആ മരങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റും. ഇനി വെള്ളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പലതരം കുഞ്ഞു കുഞ്ഞു മീനിനെയും കാണാൻ പറ്റും. അബുദാബിയിലാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ അത്. പിന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നമുക്ക് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഏതൊരു സ്ഥലത്ത് എത്തിയ പോലെയാണ് നമുക്ക് തോന്നുക. കാരണം നിറച്ച് മരവും പിന്നെ അതുപോലെ ചെടികളും പച്ചപ്പൊക്കെ ആയിട്ട് വേറൊരു ഫീലായിരിക്കും. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് അവിടെ തന്നെ ഒരു വ്യൂയിങ് ടവർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ കുറച്ചൊരു ഏരിയ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ കയറിയിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ഫുള്ള് അതിൻ്റെ ആ ഒരു വ്യൂ കാണാനായിട്ട് പറ്റും. അവിടെ ആ വെള്ളത്തിൽ നമുക്ക് മീനെ മാത്രമല്ല പിന്നെ കുഞ്ഞു കുഞ്ഞായി ഞണ്ടിനെയും അതിനൊക്കെ അവിടെ കാണാനായിട്ട് പറ്റും. അതിൻ്റെയാണ് ചെറിയ ചെറിയ ഇങ്ങനെ ഹോള് പോലെ അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മക്കൾ നോക്കി നിൽക്കണത്. നമ്മൾ ഇത്ര നേരം നടന്നു വരുമ്പോൾ അത്ര തിരക്കും അല്ലെങ്കിൽ അത്ര അധികം ആളുകളെയൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ടവറിന് മേലെ കയറുന്ന സമയത്തായിരുന്നു അവിടെ കുറച്ചും കൂടിയും തിരക്കൊക്കെ ഫീൽ ചെയ്തത്. കുറച്ചധികം ആളുകൾ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നു. ശരിക്കും അതിൻ്റെ മേലെ കയറിയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ നടക്കാനുള്ള ഒരു ഭാഗമൊന്നും തോന്നില്ല. ശരിക്കും നിറച്ചിങ്ങനെ പച്ചപ്പ് പിടിച്ച് ആ ഒരു ഇത് മാത്രം കാണുന്ന പോലെയാണ് കേട്ടോ അതിൻ്റെ മേലെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ഇത് കൂടാതെ അവിടെ ബോട്ടിങ്ങും കയാക്കിങ്ങും അങ്ങനെയും വേറെയും കുറേ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റും. അതിന് നമ്മൾ ജുബൈൽ മാംഗ്രൂവ് പാർക്ക് അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലെ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആക്ടിവിറ്റീസ് എന്താണെന്നും അപ്പോൾ നമുക്ക് അതിൽ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് അതിൽ തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ വ്യൂവിങ് ടവറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭാഗത്ത് അവിടെ അവരൊരു ബോർഡ് വെച്ചിട്ടുള്ളതിൽ ഇതൊക്കെ അവിടെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആ മുകളിൽ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒരു ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റുന്നതാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ പോയി ആ ഒരു ടൈം ആയിരുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല, നമ്മൾ അധികം ബേർഡ്സിനെ ഒന്നും അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ചധികം നടക്കാനുണ്ടെന്നുള്ളതാണ് ഒരു വിഷമം. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ ഈ കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അധികം നടക്കാനായിട്ട് പറ്റില്ലല്ലോ. പിന്നെ അവർ കുറച്ച് നേരം നടന്നു കഴിയുമ്പോഴേക്കും അവരുടെ വാശി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പോക്കിനും ഒരു സുഖം ഉണ്ടാവില്ല. മക്കൾ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ആ ഒരു വെള്ളത്തിൻ്റെ ഉള്ളിൽ കാണാനും പിന്നെ അതിൽ കുറേ ഫിഷിനെയൊക്കെ കാണുന്ന കാരണം അവർ നല്ല ഹാപ്പി ആയിരുന്നു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതിൽ മീനുണ്ടോയെന്ന് നോക്കി നടക്കലായിരുന്നു അവരുടെ പണി.
ഇവിടെ വരുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഭംഗിയിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പറഞ്ഞ ഒരു ഉച്ച കഴിഞ്ഞിട്ട് 1 മണി തൊട്ട് 3 മണി വരെ ആ ഒരു ടൈം തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം അപ്പോഴായിരിക്കും ഈ ഹൈ ടൈഡിൻ്റെ ആ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോഴായിരിക്കും ഇങ്ങനെ ഇതിനുള്ളിൽ നിറച്ച് വെള്ളമൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അധികം വെള്ളം ഇല്ലാണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് അത്രയും ഇങ്ങനെ ഡ്രൈ ആയി കിടക്കുമ്പോൾ അത്രയ്ക്ക് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഏതൊരു ഭാഗത്ത് നമ്മൾ നിന്നെടുത്താലും അതിന് നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഈ ഒരു പച്ചപ്പാണല്ലോ, അതുകൊണ്ട് ഏത് ഫോട്ടോ എടുത്താലും അതിന് നല്ല ഭംഗി ഉണ്ടാവും. ആ വെള്ളത്തിൻ്റെ ഒരു കളർ കണ്ടില്ലേ, അത്രയും നല്ല ഭംഗിയാണ്. ആ ഒരു എന്താ കൂടുതൽ വെള്ളമുള്ള ഭാഗങ്ങൾ കാണുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ കളറ്, വെള്ളത്തിൻ്റെ കളറ്. നമ്മൾ പിന്നെ അവിടെ അതിനുള്ളിൽ നടക്കാനുള്ള അത്രയും ഏരിയ നമ്മൾ കവർ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ഒരുവിധം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്കറിയാലോ അവിടെ ഒരു ഫസ്റ്റിൽ ഞാനൊരു മാപ്പ് കാണിച്ചു തന്നതിൽ എങ്ങോട്ടാണ് എക്സിറ്റ് എന്നുള്ളതിൻ്റെ ആ ഒരു റൂട്ടൊക്കെ കാണാം. പക്ഷെ എനിക്ക് അന്ന് വന്നതിനേക്കാൾ ഇഷ്ടമായത് നല്ല ദിവസം വന്നേ, വെള്ളമുണ്ട് നിറച്ച്. ഇല്ലായിരുന്നു, ഇത്രയ്ക്ക് ഒഴുക്കൊന്നുമില്ല, വെറുതെ കെട്ടി നിൽക്കണ പോലെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഒഴുക്കുണ്ട്. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഓരോ ഏരിയയിൽ എത്തുമ്പോൾ അതും എനിക്കറിയില്ല ഇനി ഹൈ ടൈഡിൻ്റെ ആ ഒരു സമയം എന്തെങ്കിലും വ്യത്യാസം കൊണ്ടാണോ എന്നറിയില്ല. ചില ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ നല്ല പോലെ വെള്ളമുണ്ടെന്ന് മാത്രമല്ല അതിങ്ങനെ നല്ല ഒഴുക്കുള്ള പോലെ ആ ഒരു എന്താ പറയുക ഇങ്ങനെ വെറുതെ നിൽക്കുന്ന പോലെയല്ല. അത് കാണുമ്പോൾ നമുക്കിങ്ങനെ കണ്ടോ ഇത്രയും നമുക്ക് താഴേക്ക് കാണാനും പറ്റും, അത്രയും ക്ലിയറുമാണ് ആ ഒരു വാട്ടർ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കാണുന്ന ഒരു കുഞ്ഞിങ്ങനെ മണ്ണിൻ്റെ ഉള്ളിലുള്ള ഒരു കുഴി പോലെ കാണുന്നത് ഈ ഞണ്ടിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഞണ്ടിനെ ഒന്നും കണ്ടില്ല, അതും അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. കാരണം അതിൻ്റെയാണ് ആ ഒരു ഇത് കാണുന്നത്. നമുക്ക് വേറെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനുള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിന് ആ ഒരു പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളാണുള്ളത്. അല്ലാതെ നമ്മളുടെ കയ്യിൽ നമുക്ക് വേറെ ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനുള്ളിലേക്ക് എടുക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെയാണ് കേട്ടോ അവരവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വേസ്റ്റോ അല്ലെങ്കിലും പൊതുവെ ഇവിടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ അങ്ങനെ തന്നെയാണ് കാണുക. പക്ഷേ ഈ ഒരു സ്ഥലത്ത് അവരങ്ങനെ ആരും നോക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു സ്ഥലത്ത് പോലും ഒരു വേസ്റ്റ് പോലും നമ്മൾ കണ്ടില്ല. നമ്മൾ ഇത്രയും നടന്നു വന്നതിൻ്റെ ഇടയിൽ എല്ലാ ഭാഗവും ഇതിൽ കണ്ട പോലെ തന്നെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എന്താ സ്പീഡിലാണ് പോണത്? നടന്നോ? വെള്ളത്തില്ല രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. അപ്പോൾ അവർ നൈറ്റിൽ വരുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും കാണാനെന്ന് അറിയില്ല. അത് ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. നമ്മൾ ഈ പോകുന്നതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ പോസ്റ്റ് പോലെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിൽ വരുമ്പോൾ ഇവിടുത്തെ ഭംഗി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് രാത്രിയിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. എന്തായാലും ഡേ ടൈമിൽ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഭംഗി അത് ഒരു രക്ഷയില്ല. കാരണം നല്ല ഒരു പ്രത്യേകിച്ച് ആ വെള്ളം കൂടി ഉണ്ടെങ്കിൽ ആ വെള്ളവും പിന്നെ ആ ഒരു നിറച്ച മരങ്ങളുടെ ഒരു പച്ചപ്പും ആകപ്പാടെ ഒരു പ്രത്യേക ഭംഗി. പിന്നെ പ്രത്യേകിച്ച് നല്ല വെളിച്ചമുള്ള തെളിഞ്ഞ ഒരു മഴയൊന്നുമില്ലാത്ത നല്ല വെയിലുള്ള ഒരു ദിവസം കൂടിയാണെങ്കിൽ ആകാശം നല്ല നീല കളറിലും താഴേക്ക് നോക്കുമ്പോൾ നല്ല പച്ചപ്പുമായിട്ട് നല്ലൊരു ഭംഗിയായിരിക്കും. അങ്ങനെ നമ്മൾ അവിടുത്തെ മാംഗ്രൂവ് പാർക്കൊക്കെ കണ്ടിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. പാർക്കിങ്ങൊക്കെ ഫ്രീ പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഒരു പുറത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ വന്ന ടൈമിൽ ഇത്രയ്ക്കും കാറും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഇപ്പോൾ നിറച്ച് ഫുള്ളായ പോലെ ആയിട്ടുണ്ടായിരുന്നു. ലൊക്കേഷൻ അറിയാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ജുബൈൽ മാംഗ്രൂവ് പാർക്കിൽ നിന്ന് നമ്മുടെ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ തന്നെ കിട്ടും. നമ്മൾ പിന്നെ കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിനുള്ളിൽ നിന്ന് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ കാറിൽ കയറിയിട്ടായിരുന്നു ആ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മക്കൾക്കൊക്കെ കൊടുത്തത്. ആർക്കാ വേണ്ടേ? ഒരാൾ പിടിച്ചോ, അന്നയ്ക്ക് പിടിച്ചോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു മാംഗ്രൂവ് പാർക്ക് വിസിറ്റ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.